ഹലോ, ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്നാണെന്നറിയാമോ? കുറേ ആൾക്കാർ കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാലേ, നമ്മുടെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ മാറുന്ന കാര്യമാണ്. ഇന്നൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കുക. അപ്പം അത് കുറേ ദിവസങ്ങളായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് മാറുമോ, ദൈവത്തെ ഓർത്ത് ഇത് മാറുമോ എന്നൊക്കെ ആരാണ്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓർക്കാനായിട്ടും ചെയ്യാനിട്ടും അല്ല കേട്ടോ, സത്യം പറഞ്ഞത് മറന്നു പോകുന്ന അല്ല, ഓർക്കാനായിട്ടല്ല മറന്നു പോകുന്നതാണോ കേട്ടോ. ചുമ്മാതിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒടിഞ്ഞു പോയി കിടക്കുന്ന സമയത്ത് ഞാനിത് ഓർക്കും, പക്ഷേ മറന്നു പോകുന്നതാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നെന്തായാലും നമ്മളതങ്ങ് ഫിക്സ് ചെയ്യുക, മാറ്റുക കേട്ടോ. അതിനകത്ത് നിറച്ചും വെള്ളം കേട്ടോ. ഇത് കണ്ടോണേ, ഇതിനകത്തൂടെ കാണാമോ? ഇതിനകത്തൂടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, അതിനകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ഇത് കണ്ടോ. പോയി കേട്ടോ വെള്ളം. കഴിഞ്ഞ ദിവസം വരെ ഞാനേ ഇതിനകത്തൂടെ ഈ ഈർക്കിളിയൊക്കെ ചെറിയ കമ്പിയൊക്കെ ചെറുതായിട്ട് കുത്തി നോക്കിയിട്ടൊന്നും ഇത് പോകുന്നില്ലായിരുന്നു കേസ് വെള്ളം. ഇത് മൊത്തം ഇപ്പോൾ പോയി. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ എന്നാ പറഞ്ഞത് ഷോർട്ട് ആകുമോ എന്നൊക്കെ ഉള്ളൊരു. അപ്പം കുറച്ച് ദിവസമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒടിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു 3-4 വ്ളോഗ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ 500 രൂപ കണ്ടാണെന്ന് തോന്നുന്നു ആ ഇൻഡിക്കേറ്ററിൻ്റെ വില. അപ്പം ഈ ഒരു സെറ്റ് മേടിക്കണമെങ്കിൽ 1000 രൂപ. അപ്പോൾ എന്തായാലും നമ്മളിത് ഇന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല, അപ്പം അമ്മമാരെ അവിടെ വെച്ചിട്ട് പോകാനൊക്കെ പറയും. അതുകൊണ്ട് ഷോറൂമിൽ നമ്മളിന്ന് കൊടുക്കുന്ന പരിപാടിയില്ല. നമുക്കെന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പുണ്ട്, അവിടെ പോയി ഒന്ന് തിരക്കി നോക്കാം. അമ്മമാരെ അവിടെ തിരക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ, ചങ്ങനാശ്ശേരിക്ക് പോയാലോ. ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളത് ഒരു ഷോറൂം അടുത്തുള്ളത്, പിന്നെ ഉള്ളത് കോട്ടയത്താണ്. കോട്ടയത്തൊക്കെ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇന്നങ്ങ് വണ്ടി കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാം കേട്ടോ. മുടിഞ്ഞ വെയിലാണ് കേട്ടോ, ഒടിഞ്ഞ പേരും എൻ്റെ കട്ട കളർ ഷർട്ടും അല്ല ടീഷർട്ടും. പോകുന്ന കൂട്ടത്തിൽ എനിക്കൊരു ടീഷർട്ട് കൂടി മേടിക്കണം. ഈ കളർ ഒരുമാതിരി വല്ലാത്ത കളർ. അവിടെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ടീഷർട്ട് കൂടി മേടിക്കാം. എൻ്റെ ടീഷർട്ടൊക്കെ മഴയല്ലേ ഗൈസ്, എല്ലാം നനഞ്ഞ് കിടക്കുക. ഇത് ഞാൻ ഇടാത്തൊരു ടീഷർട്ടായിരുന്നേ. അപ്പം വേറെ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടങ്ങ് കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഈ ഡോമിനാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ടീഷർട്ട് മേടിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്കൊരു ടീഷർട്ടും കൂടി സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് പോയാലോ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പെരുമ്പലച്ചി എന്ന് പറയുന്ന ജംഗ്ഷൻ കേട്ടോ. അത് നമ്മുടെ മെയിൻ ജംഗ്ഷൻ. ഇവിടുന്ന് അപ്പുറത്തെ ജംഗ്ഷൻ തെങ്ങണം. നമ്മൾ നേരെ തെങ്ങണേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുണിയെടുക്കുന്ന കടയുള്ളത്. സ്ഥിരമായിട്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. എന്തായാലും സമയം ഇപ്പോൾ ഒരു 10-11 ആയിട്ട്. ഇതാണ് നമ്മുടെ കട കേട്ടോ. ഇതാണ് ആ കട. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് തുണിയൊക്കെ എടുക്കാറ്. അടുത്തതെടുത്തിട്ട് കേട്ടോ ഞാൻ നോക്കിക്കേ, വീണ്ടും നീല. ഇതും എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ്. കറങ്ങി തിരിഞ്ഞ് ഞാൻ വേണ്ട വീണ്ടും ബ്ലാക്കിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഞാൻ ഇത് പിന്നെ ഫിക്സ് ചെയ്തു, ഇത് ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമുക്ക് പോയിട്ട് വേറെ പരിപാടിയുള്ളതാണ്. നമ്മുടെ ബൈക്കിരിക്കുന്ന ആണെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരായിരുന്നു നോക്കും കേട്ടോ. ഞാനൊക്കെ ആദ്യമേ ഡോമിനാറൊക്കെ ഇങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. റോഡിൽ നല്ല തിരക്കുണ്ട് ഗൈസ്. എന്തിനാണ് ഇത്രയും സമയമായിട്ടും നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയുന്നില്ല, നല്ല വെയിലുണ്ടായിരുന്നു, നല്ല വെയിലുള്ള കാലാവസ്ഥ. ഇത് നമ്മുടെ റെയിൽവേ ജംഗ്ഷനാണ് കേട്ടോ. റെയിൽവേയുടെ അവിടുത്തെ സിഗ്നലാണ് ചങ്ങനാശ്ശേരി. ഇവിടെ നമുക്ക് നേരെ ഷോറൂമിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി സെറ്റാക്കാം. ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ലൈന കിടക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? ഇവിടെ മറ്റേ RTOയുടെ ഇതാണ് കേട്ടോ, ടെസ്റ്റിന് വന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇങ്ങനെ അങ്ങ് വരെ നീളം. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഇതിങ്ങനെ വണ്ടി ഇങ്ങനെ അങ്ങ് വരെ ഇങ്ങനെ നിരത്തിയിട്ടേക്കും. കണ്ടോ? ഫയർ എഞ്ചിനൊക്കെ
ചേട്ടാ ഇൻഡിക്കേറ്റർ ഉണ്ടോ ചേട്ടാ ഡോമിനാറിൻ്റെ? റൈറ്റ് സൈഡ്, ഫ്രണ്ടിൽ റൈറ്റ് സൈഡ്, ഇടത്തെ വശം ഇരിക്കുമ്പോൾ ഇടത് വശം. ഇതെന്നാ വില ചേട്ടാ? 500. അങ്ങനെ നമ്മൾ വേണ്ടേ സാധനം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ മാറാൻ സമയമില്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് അവിടെ ഒരു 2 മെക്കാനിക്ക് ഉള്ളിടത്ത് ഒരാളെ വന്നിട്ടുള്ളൂ. 2 മെക്കാനിക്കോ ഇത്രയും വലിയ ഷോറൂമിലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മാറാം. ഇതാണ് നമ്മുടെ കട കേട്ടോ, വർക്ക്ഷോപ്പ്. ഗ്രീസ് പങ്കി ഇതാണ് കേട്ടോ, ഗ്രീസ് പങ്കി. ഇൻഡിക്കേറ്റർ മാറും, ഇൻഡിക്കേറ്റർ. ഇതിനെത്ര തിരക്ക് ഇവിടെ? ഇതിനെത്ര തിരക്ക്? ഈ വണ്ടി തിരക്കിതേ ഇതെല്ലാം അവിടുത്തെ ആണെന്നല്ലേ? അത് മൊത്തം അഴിക്കണമായിരിക്കും അല്ലേ? ഇത് ഫുൾ അഴിക്കേണ്ടി വരും അല്ലേ? ഹിമാലയൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടോ? ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ഉണ്ടോ അതിന് ഇൻഡിക്കേറ്റർ? ആഹാ, എന്നാ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഷോറൂമിൽ പോയി മേടിച്ചണോ എന്നാ? 150 രൂപ ഉള്ളായിരുന്നോ ആ സാധനത്തിന്? ആണോ? ഇത് ഒറിജിനലാണോ? ഇത് ഒറിജിനല്ല, ബജാജിൻ്റെയാ. ഇത് ബജാജിൻ്റെ. ഇത് 581 രൂപയായി. ശേ, അതറിയാം. 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേസ്. എനിക്ക് 100 രൂപ നീ തന്നെ. നല്ല തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ. നമ്മൾ ആ ഇൻഡിക്കേറ്ററേ 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ അല്ലാത്ത കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം. എന്നാലും ഈ 150 രൂപ എന്ന് പറയുമ്പം 580, 180. നല്ല തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഡോമിനാറിൻ്റെ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്നേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. 150 രൂപ ഉണ്ടായിരിക്കുള്ളൂ അതിന്. അത്ര 2 മേടിച്ചാലും നമുക്ക് 300 രൂപ ആവുള്ളൂ. അതുകൊണ്ട് ഷോറൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 580 രൂപയാണ് കേട്ടോ. പക്ഷെ ക്വാളിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം. മൊത്തം ചെളി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം, ഒന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ. അവിടെ 2 വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണം അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാം.
ഒരെണ്ണം ഇരിക്കുന്നതാണോ സ്ക്രാപ്പർ. നമ്മുടെ വണ്ടി താണ്ടേ അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ ലുക്ക് നോക്കിയേ പൊളിയല്ലേ. ഇതിൻ്റെ ബാക്കിൽ ടയറേ 180 ഒക്കെയാണ് കമ്പനി വരുന്നത് കേട്ടോ. നമ്മൾ 190 ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് അത്ര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് വണ്ടി കേട്ടോ. 180 170 ആ സൈസാണെന്ന് എനിക്ക് തോന്നുന്നത്. തീരെ ചെറിയ ടയറാണ് ഈ ബാക്കി ടയർ വരുന്നത് ഡോമിനാറിൻ്റെ. നമ്മളത് വലിയ ടയർ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വണ്ടി അത്ര ലുക്ക്. ഓക്കെ, പിന്നെ ആ ഇൻഡിക്കേറ്ററിനെ ഒരു സീക്രട്ട് പറയാം. ഈ ഇൻഡിക്കേറ്റർ 150 രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് പറഞ്ഞു. ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ. പക്ഷേ ഞാൻ നേരെ മറ്റേ ഷോറൂമിൽ ചെന്ന് അതിൻ്റെ ഒറിജിനലാണ് മേടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അതിന് 580 രൂപ വിലയുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്വാളിറ്റി രണ്ടും രണ്ടാണ്. അവർ പറഞ്ഞ അധികം നാൾ നിന്നോളൂ എന്നാണ് പറഞ്ഞത് മറ്റേ സാധനം 150-ൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് മേടിച്ചത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, അത് കിടന്നോളും. അപ്പോൾ ഇതാണ് സംഭവം. നല്ല വെയിറ്റാണ് കേട്ടോ, നല്ല വെയിറ്റ്. അത് ആ ഉണ്ടെന്ന് കാണുമ്പോൾ അറിയാലോ. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കാലം ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഈ വണ്ടി കഴുകിയ ഉടനെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ ആണെന്നുള്ള മിസ്സിങ് കാണിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ചില സമയത്ത് അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. എങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് എൻ്റെ വണ്ടിയുടെ ഇനി കംപ്ലൈൻ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. കഴുകിയ ഉടനെ വാഷ് ചെയ്ത ഉടനെ വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിക്കുമ്പോഴത്തേക്കിന് ചെറുതായിട്ട് മിസ്സിങ് തോന്നും. അത് കുറച്ച് നേരം അങ്ങ് ഓടിച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡിയാകും കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാം, നല്ല ദാഹമുണ്ട്. നമ്മൾ വേണ്ടേ ഒരു ഫ്രഷ് ലൈം അടിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള കണക്കൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ബോണ്ടാക്കടി ഞാൻ ഒരു കടി കടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഇൻഡിക്കേറ്റർ ശരിയാക്കണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അത് വീഡിയോ ആക്കി ചെയ്യാൻ പറഞ്ഞായിരുന്നു ആരണ്ടൊക്കെയോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ഒത്തിരി ഒച്ച വെക്കാനൊക്കത്തില്ല. ഓരോരുത്തരൊക്കെ നമ്മൾ ചോദിക്കുന്നത് വ്ളോഗറാണോ അത് പറയുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. അപ്പം ഞാൻ വണ്ടി സർവീസിന് ചെയ്യാൻ വേണ്ടി വാട്ടർ സർവീസിന് അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവരെന്നോട് ചോദിക്കുക, വ്ളോഗറാണോ ചേട്ടാ, യൂട്യൂബ് ചാനലുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് ചേട്ടാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.